ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ലോങ് വീഡിയോ ഇടോ, ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉൾപ്പെടുന്ന വീഡിയോ ഇടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ലോങ് വീഡിയോ ഇടാമെന്ന്. അതുപോലെ നമ്മൾ കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതാ ഇതുപോലുള്ള ടിഷ്യൂവിൻ്റെ 2.5 മീറ്റർ തുണി വാങ്ങിച്ചിട്ടുണ്ട്. തുണി ഇപ്പോൾ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മടക്കിയിട്ടിട്ട് 12 ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത്. ഇറക്കം 45 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഷോൾഡർ 6.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് താഴോട്ടും 6.5 തന്നെ അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ക്വയർ പോലെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ കഴുത്തകലം എടുക്കുന്നത് 2.5 ആണ്. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് 2.5 ആണ് എടുക്കുന്നത്. അപ്പോൾ 3 എടുക്കുന്നവർ കാണും. 3 എനിക്ക് എടുക്കുമ്പോൾ ഭയങ്കര വൈഡായിപ്പോൾ. അപ്പോൾ വൈഡായിട്ടൊക്കെ കഴുത്തൊക്കെ വേണമെന്നുള്ളവർക്ക് 3 എടുത്താൽ മതി കേട്ടോ. ഇനി കൈക്കുഴി ഒന്ന് വരച്ചെടുക്കാവേ. അപ്പോൾ നേരത്തെ സ്ക്വയറിൽ വരച്ച് വെച്ചിരിക്കുന്ന ആ കോർണർ ഭാഗത്ത് വെച്ചിട്ട് 1 ഇഞ്ച് മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ മുകളിൽ നിന്ന് ഒന്ന് ചരിച്ചിതായതുപോലെ റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കാവേ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോഴേ കറക്റ്റായിട്ട് കൈക്കുഴി നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇനി ചെസ്റ്റാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 11.5 ഇഞ്ച് ഞാൻ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് താഴേക്ക് ഷേപ്പ് ഒരു 14 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് എടുക്കുന്നത്, വീതി 2.5. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ സ്ക്വയറിൽ ഇതുപോലെ വരയ്ക്കുമ്പോൾ നമുക്ക് റൗണ്ട് നെക്ക് വരയ്ക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണവർ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് താഴേക്ക് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. അതായത് 6 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തിൻ്റെ അവിടെ വെച്ച് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം അളന്നെടുത്തതിന് ശേഷം ഒരു വീതി ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുത്തിൻ്റെ ഇറക്കത്തിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് പട്ട വെച്ച് അടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കഴുത്ത് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പിന് വരച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് കഴുത്തിറക്കത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 7, അപ്പോൾ അതിൻ്റെ നടുക്കുന്ന് ഒരു 4 വീതി കേട്ടോ. അപ്പോൾ വരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് കട്ട് ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ ഷേപ്പും കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ബാക്കി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതുപോലെ ഈ ഷേപ്പിൻ്റെ ഇവിടെ നിന്ന് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് അറിയാൻ വേണ്ടിയാണ്. അതേപോലെ കഴുത്തിൻ്റെ അകലം എടുത്തതിന് അവിടെയും കൂടെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലത്തെ കൈക്കുഴി ഒരു 1/2 ഇഞ്ചോളം കുഴിച്ച് ഒന്ന് വരച്ചു കൊടുക്കാവേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുണി തച്ചിടുമ്പോൾ ഫ്രണ്ട് കൈക്കുഴിയുടെ അവിടെ ഉയർന്നിരിക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനാണ് ഇതുപോലെ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിക്കൊടുക്കുന്നത്. ഇനി ബാക്ക് നെക്ക് വെട്ടിയെടുക്കാവേ. 5 ഇഞ്ച് ഇറക്കം ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2.5 ഇഞ്ച് വീതി. അപ്പോൾ അതും ഇതുപോലെ സ്ക്വയറിലൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം റൗണ്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണവർക്ക് റൗണ്ടിനൊക്കെ ആയിരിക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ റൗണ്ടിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും റൗണ്ടാണ് കൊള്ളാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം നേരത്തെ കൈക്കുഴി ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അതും കൂടെ ഒന്ന് വെട്ടി മാറ്റാവേ. അതുപോലെ കഴുത്തും മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ മെയിൻ തുണിയിലാണ് എല്ലാ മാർക്കിങ്ങും ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ മെയിൻ തുണിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ പേരൊക്കെ ലൈനിങ്ങിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെയിൻ ക്ലോത്ത് നമ്മൾ ലൈനിങ് വെട്ടിയെടുക്കും പോലെ മെയിൻ ക്ലോത്ത് മടക്കിയതിന് ശേഷം 4 മടക്കിയതിന് ശേഷം ഈ വെട്ടിയെടുത്ത ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് വെട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഈ ഒരു പോർഷൻ കളയില്ല. ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പട്ട വെട്ടാൻ പോകുന്നത്. ഇനി ബാക്കിലത്തെ പോർഷൻ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് ഇതുപോലെ ലൈനിങ്ങും കൂടെ വെട്ടിയെടുക്കാവേ. അപ്പോൾ അതും വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി കൈ വെട്ടിയെടുക്കണം. അപ്പോൾ ഇനി അടുത്ത് കൈയാണ് വെട്ടിയെടുക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ 3/4 കൈയാണ് വെട്ടാൻ പോകുന്നത്. അതിനായിട്ട് 17 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. താഴത്തുമ്പോൾ കൂടെ കണക്കാക്കിയാണ് 17 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി താഴെ വീതി എടുക്കുന്നത് 8 ഇഞ്ചാണ്.
ഇനി ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 14 ഇഞ്ച് മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുകളിലത്തെ പോർഷനിൽ നിന്ന്, അതായത് 17 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ മടക്ക് വരുന്ന സ്ഥലത്ത്, അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 2 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്ത് കൊടുത്തെന്നും 8 ഇഞ്ച് നമ്മളിപ്പോൾ നേരത്തെ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അവിടെയും കൂടെ ഇതുപോലെ ഒന്ന് വളച്ച് ഇതുപോലെ വരച്ചു കൊടുക്കാവേ. ഇതേപോലെയാണ് നമ്മൾ 3/4 കൈ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരച്ചെടുത്തപ്പോഴും മനസ്സിലായി കാണൂല, പക്ഷേ വെട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മനസ്സിലാവും കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. കണ്ടില്ലേ, അതാ ഈ ഒരു ഷേപ്പാണേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം, നടുക്ക് അറിയാൻ വേണ്ടിയാണേ. അപ്പോൾ ലൈനിങ്ങും എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ അവിടെ വയ്ക്കാനുള്ള പട്ട വെട്ടിയെടുക്കണം. അതിനായിട്ട് ഈ ഒരു മെത്തേഡിലെ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ കഴുത്ത് വെട്ടി മാറ്റിയില്ലേ ആ ഒരു ഭാഗം ഇതുപോലെ ഈ തുണി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കാം. എന്നിട്ടൊരു 1.5 ഇഞ്ചോളം മാറ്റി അങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എന്നിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതിയേ. അതായത് നേരത്തെ കഴുത്ത് വെട്ടിയതിനേക്കാളും 1.5 ഇഞ്ചോളം നമുക്ക് അധികം വേണ്ടി വരും. അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കുകയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഇനി നമ്മൾ ഈ കഴുത്തിൻ്റെ അവിടെ കുഴിച്ച് വെട്ടണമെങ്കിൽ വെട്ടാം. ഞാനിപ്പോൾ സ്ക്വയറിലാണ് വെട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാവേ. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലൈനിങ് വച്ചടിക്കണം. ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് ഈ മുകൾ ഭാഗം അഴുക്ക് വശമായിരിക്കും കേട്ടോ, അടിഭാഗം നല്ല വശമായിരിക്കും. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ലെവലിന് വെച്ച് കൊടുത്തതിന് ശേഷം മുട്ടുപിനൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുത്തി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ലെവലിന് കിട്ടുമേ. അപ്പോൾ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഈ ഒരു മെത്തേഡിലെ തുണി വാങ്ങിച്ചിട്ട് ഈ ഒരു നെക്കൊക്കെ അടിച്ചെടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഇടും പോലെ ഇരിക്കുവേ. അപ്പോൾ ആ കോർണർ ഭാഗത്ത് വന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. കറക്റ്റ് റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കണേ. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് പരീക്ഷിച്ചത്. അപ്പോൾ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും സക്സസ് ആവുമെന്ന്. അപ്പോൾ കഴുത്തത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ലൈനിങ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പോൾ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. എന്നിട്ട് ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാവേ. മറിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം പതിച്ചടിച്ചാൽ മതി. പക്ഷേ ഞാൻ ഇപ്പോൾ പതിച്ചടിക്കുന്നില്ല. ഇനി ഈ പട്ടയും കൂടെ വച്ചടിച്ചതിന് ശേഷമാണ് ഞാൻ പതിച്ചടിക്കുന്നത്. അപ്പം പട്ട എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത. അതായത് ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ ഈ പട്ടയുടെ അടിഭാഗം നല്ല വശമാണ്, ഈ മുകളിലിരിക്കുന്ന ഭാഗം അഴുക്ക് വശമാണ്. എന്നിട്ട് ഇതാ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ പൊങ്ങിയിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്കി ഭാഗത്ത് ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുത്താൽ കറക്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തേച്ചും കൂടെ എടുത്തിട്ട് വരാം. അയൺ ചെയ്ത് എടുക്കുമ്പോഴേ കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഇതാ മെയിൻ ക്ലോത്തും എല്ലാം ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മുകൾ ഭാഗം നമ്മൾ ഓപ്പൺ കൊടുത്തില്ലേ, ആ മുകൾ ഭാഗത്ത് ഒരു മടക്കി സ്റ്റിച്ചും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ പട്ടേര ഇതുപോലെ മടക്കിയതിന് ശേഷം നടുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ ഭാഗം മുകൾ ഭാഗവും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് വെട്ടിയപ്പോൾ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ഇഞ്ചിൻ്റെ ഇരട്ടി 4 ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നടുക്കുന്ന് 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയാണ് വച്ചടിക്കാനുള്ളത്. അപ്പോൾ ആ കോർണർ ഭാഗം വരുമ്പോൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു സ്ഥലത്ത് ചേർത്ത് വെച്ച് വേണം അടിച്ചെടുക്കാനുള്ളത്. എന്നാലേ കറക്റ്റ് റൗണ്ടിന്
കറക്റ്റ് ലെവലിന് കിട്ടുള്ളൂ. മെയിൻ ക്ലോത്തിൽ വെച്ച് ഈ പട്ട അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ മെയിൻ ക്ലോത്തും ഈ ഒരു പട്ടയും തമ്മിൽ മുട്ടുപിന്നെങ്ങാനും കുത്തി ലെവൽ ചെയ്ത് വച്ചതിന് ശേഷം സൈഡിൽ കൂടെ ഇതുപോലെ റൗണ്ട് ചെയ്ത് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് ആയി കേട്ടോ. സൂചി ഇളകിപ്പോയി, ഒരു 2-3 തവണ ഇളകിപ്പോയി, 2 സൂചി ഓടുകയും ചെയ്തു. പിന്നെ ഞാൻ ഇത് എങ്ങനെയെങ്കിലും തച്ചെടുക്കണമെന്ന് വിചാരിച്ച് പിന്നെ ചേച്ചിയുടെ മെഷീൻ പോയി എടുത്തുകൊണ്ട് വന്ന് എണ്ണയിട്ട് എല്ലാം ലെവലാക്കി എടുത്ത് ആണ് തച്ചത്. അപ്പോൾ രാത്രിയായി തച്ച് എണീറ്റപ്പോൾ അപ്പോൾ ഇതാ ബാക്കിലത്തെ പോർഷൻ തച്ചെടുക്കുകയാണ്. അപ്പോൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ വച്ച് ഇതുപോലെ റൗണ്ട് ചെയ്ത് അടിച്ചതിന് ശേഷം മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് ആ ഭാഗത്ത് ഇട്ട് കൊടുക്കുക. അപ്പോഴേ കറക്റ്റ് റൗണ്ടിന് തന്നെ നമുക്ക് മടക്കിയെടുത്ത് പതിച്ചടിക്കാൻ പറ്റും. ഇത് പതിച്ചടിച്ചെടുത്തതിന് ശേഷം ഷോൾഡറാണ് അടിച്ചെടുക്കാൻ പോകുന്നത്. 2 ക്ലോത്തിൻ്റെ നല്ല വശവും കൂടെ വെച്ചതിന് ശേഷം ഷോൾഡർ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കൈ വെച്ച് അടിച്ചതിന് ശേഷം ബാക്ക് നമ്മൾ ഓപ്പണൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ രാത്രിയാണ് തയ്ക്കാൻ ഇരുന്നത്, അതുകൊണ്ട് ബാക്കി ഭാഗമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, താങ്ക് യു.